സോറി മിസ്റ്റർ പരന്തുവാസു, നമ്മുടെ ആശാനെ സാറിന് ആശാൻ സാർ വരും. ആശാൻ സാർ ഇവിടെ തലേന്റെ മുകളിൽ ആയില്ല. ആശാൻ പുതിയ റോളൊക്കെ ആക്കി. ഞാൻ കുറച്ച് മഞ്ഞ് കൊള്ളുന്നുണ്ട്. നാടൻ പട്ടിക്ക് ഷൂസാ. ആശാനെ പറഞ്ഞു ഭയങ്കര നാറ്റം. പറയേണ്ട അടുത്ത് ചന്ദ്രമന്ദന്റെയാണ്. പറഞ്ഞു രാവിലെ ചക്കക്കുരു കഴിച്ച പറഞ്ഞോ. അതിന് ഇത്ര വരെയായിട്ട് ചന്ദ്ര കൾച്ചറില്ലാത്ത ഈ ചന്ദ്രന്റെ കൂടെ എന്തിനാ വാസനെങ്കിലും നോക്കണ്ടേ? അറ്റ്ലീസ്റ്റ് പറ്റിപ്പോയതാണ് ആശാനെ. പ്രാവശ്യം പറ. നമ്മുടെ സമൂഹത്തില് നിലയും വിലയിൽ എത്തുന്നതിനനുസരിച്ചിട്ട് ഇതുപോലത്തെ തീട്ടങ്ങളിൽ ഒഴിവാക്കണം. എന്നാ ആശാൻ ആദ്യം ഒഴിവാക്കൂലേ നമ്മള്? കൂട്ടത്തിലില്ലല്ലോ. നിങ്ങൾക്ക് കഴിയില്ലാത്തോണ്ടാണ് നിങ്ങളെ പെണ്ണ് കല്ലോടെ പോയത്. ആ കഥ വീണ്ടും പറയിപ്പിക്കില്ല കൊണ്ട് മുതുക്കുന്ന കിട്ടിയത് ഏതോ തെണ്ടിച്ചക്കനും എടുത്തിട്ട് സ്വന്തം മോനാന്ന് പറഞ്ഞ് നടക്കുന്നത് നിന്റെ അത്ര ഗതിയോടെ നടക്കില്ലടാ. അതൊക്കെ ഹ്യൂമാനിറ്റി ആശാന, അതൊന്നും ചോദ്യം ചെയ്യല്ലേ. എനിക്കിന് മറുപടി അറിയാം. പ്രായത്തിന് മൂത്തേ പേട്ടാ കടത്ത് വന്ന് തുപ്പാണ്ട് മാറി നിന്ന് സംസാരിക്കണ. ശ്രദ്ധിക്കണം. അപ്പൊ ബാസുവന്തന്റെ സുഖല്ലേ? പിന്നെ സുഖം അല്ലേ? അപ്പൊ ഞാനിപ്പോ ഒരു അല്ല, നീ എന്തിനാ വിളിച്ചേ? എന്തിനായിരുന്നു വിളിച്ചേ? ആശാനല്ലേ എന്നെ കാണോന്ന് പറഞ്ഞ നമ്പർ ഇട്ടത്. ഞാൻ എല്ലാവരും ആശയം വിളിച്ചേ. ഓ മൈ ഗോഡ്, തോക്ക് അല്ല കത്തി. മിസ്റ്റർ ചന്ദ്രബോസ് പ്ലീസ് ഡീല് സംസാരിക്കോ ചന്ദ്ര? ഒന്നും സംസാരിക്കോ ചന്ദ്ര? പിന്നെ നാരദന്റെ പോയി. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് അരമണിക്കൂറായി ഇതിന്റെ പുറകെ. അപ്പൊ ഞാനിപ്പോ പഴയ പോലെ ഒന്നല്ല. ഞാനിപ്പോ ഒരു വലിയൊരു മാനേജർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ അല്ല വാസു. അപ്പൊ ഞാനിപ്പം സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു മ്യൂസിക്കിന്റെ. അതിനകത്ത് കൊട്ട്, പാട്ട്, മേളം, താളം, വീണം എല്ലാം ഉണ്ട് അതിനകത്ത്. അതിന് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം എന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു 4-5 സ്റ്റാഫ്സ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാഫ്സ് എന്ന് പറയാൻ പറ്റില്ല, കഴിവുള്ള കുറെ കൊച്ചു മക്കളുണ്ട് നമുക്ക് കൂട്ടത്തില്, മനസ്സിലായില്ലേ? അപ്പൊ അവര് പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കാൻ കുറച്ച് കുട്ടികൾ വേറെ ഉണ്ട്. അങ്ങനെ ആയിട്ട് ഞാനൊരു സംരംഭം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്റെ ഈ പെട്ടിയിൽ തെച്ചും പൈസകളാണ്. ഒരു മിനിറ്റ്, ഞാനിത് കൈ കഴക്കുന്നു. ഞാൻ ഇവന്റെ കയ്യിൽ കൊടുക്കട്ടെ. പെട്ടി പിടിക്കണം, കയ്യിൽ വരണം. ഞാൻ അപ്പൊ നമുക്ക് ഞാൻ എന്റെ ക്ലയൻസിനെല്ലാം ഞാൻ നേരിട്ട് പോയിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വന്ന് കാണുന്നതാണ് വാസുവിന്. അതായത് വാസുവിന് ഒരു ആള്, ഓ മൈ ഗോഡ്, 1 മിനിറ്റ് വാസു. എന്റെ ഫോണല്ല, എന്റെ ഫോണാ, തിരക്കിലുള്ള ഫോൺ എടുക്കൂ. ഹലോ, യാ എന്തൊക്കെ കേക്കണല്ലേ? ഇല്ല, ഞാനിപ്പോ ഒരു മറ്റേ നമ്മുടെ ടിവിന്റെ വാസുവിനെ അറിയാം. വാസു അവനുമായിട്ട് സംസാരിക്കുവാണ്. ഞാനിനി 150 കോടിന്റെ ആയാലും ഞാനിപ്പോ ആ ഒരു ബിസിനസ്സിൽ എനിക്കിപ്പോ എത്ര സമയമാണ് എനിക്ക് മുഖ്യം. 150 കോടി ആയാലും നഷ്ടം എനിക്ക് പ്രശ്നമല്ല. അത്രയും പൈസ തന്നെ 200 ആയാലും 300 നമ്മളെ എമ്മിലുണ്ട്. അത്രയും പൈസ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ സമയത്തിനാന്ന് വില. അവിടെ ആ പൈസന്റെ ഇത് വിട്ടേക്ക്, മനസ്സിലായില്ലേ? നിങ്ങളെ വിളിക്കരുത്, തന്നെ നിങ്ങൾ വിളിക്കരുത്, മനസ്സിലല്ലേ? വാസു, സോറി വാസു, പഴയ പോലെ ഒന്നും അല്ലാത്തോണ്ട് എപ്പോ തിരക്കും. ഞാൻ നീ തിരിഞ്ഞിക്ക്, ഞാൻ പറഞ്ഞത് ഏത് ബോഗിയിലാന്ന്. വാസു അപ്പൊന്ന് വെച്ചാൽ ഒരു ഇതെല്ലാരാണപ്പാ ആശിന്റെ ഒരു പാട്ട് നമ്മളെ ഇറക്കിയത്.
സാറിന്റെ ദേഹത്ത് തട്ടി. അത് സാറിന്റെ ദേഹത്ത് തട്ടി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു വാസുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എന്നുള്ള രീതി, അതായത് വാസുവിനെ ഇതാക്കുന്ന രീതിയിൽ വാസുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടിക്ക് പാടേണ്ട രീതിയിലുള്ള ഒരു പാട്ടിന് നമ്മളടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെത് പിന്നെ നമ്മളെ വലിയ ഹൈ ടീംസ് ആണ് നമ്മളെ ആൾക്കാർ. ഇപ്പൊ ബാസുവിനെ എല്ലാം പോലെ തന്നെ ആൾക്കാരാണ് നമ്മളെ കസ്റ്റമർ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങള് മറ്റേ ആ പച്ചക്കണ്ടം വീട്ടിൽ നിന്ന് മറ്റേ ആ ചെക്കനുണ്ടല്ലോ ചെറിയൊക്കെ മുട്ടയിൽ നിരത്തെ നാരദ എന്നവന്റെ വീട്ടിൽ പച്ചക്കണ്ടം വീട്ടിലെ ചെക്കൻ്റെ കാർലോ. ആ ഓരോ അങ്ങനെയല്ലേ പച്ചക്കണ്ടം വീട്ടില് കാർലോ. നല്ല അടിയിട്ട് കേട്ടോ, നല്ല പെരുന്നാ അടിയിട്ട് അവരൊക്കെ കേട്ട് കഴിഞ്ഞാ. ഞാൻ പറയാം ഉമ്മട്ടിപ്പാടുണ്ടല്ലോ ഒന്ന് ആ പാടത്തിലുള്ള മക്കള്. അപ്പൊ എല്ലാം പാടത്തുന്ന പരിപാടി. അപ്പൊ അതുപോലെ നിങ്ങളെ ബാസുവിനെ ഞാൻ വന്ന് കാണാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബാസുവിനെ ഈ ഒരു പരിപാടിയിൽ നടത്തുന്നതിൽ ബാസുവിനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ബാസുവിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുള്ള ഗാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നല്ല അറിയാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇനി എപ്പോഴായിരിക്കും ബാസുവിന് എപ്പോഴായിരിക്കും പിന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാസുവിന്റെ സമയത്തനുസരിച്ച് നമ്മള് ഫ്രീ ആണെന്നില്ലല്ലോ. ഒരു മിനിറ്റ് നിങ്ങളെങ്ങനെ ഇത് കാണിക്കല്ലേ വനാപ്രോ? എല്ലാ സമയം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ വാസണ്ണ. വേണ്ട വനാപ്രോ, നിർത്തിക്കോ വനാപ്രോ. എടാ നീ ഇന്റെ കാര്യം നോക്കേ, ഞാൻ പഴയ ആശാനൊന്നല്ല. ബേക്കറി ബോഡി ഗാർഡ് ആയിട്ടുള്ളത് നല്ലൊരു കാര്യം ചെയ്തു. അപ്പൊ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതാ പാട്ട് എന്ന് വെച്ചാൽ 2-3 പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാല് റൊമാൻറ്റിക് ആണോ എങ്ങനത്തെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബാസു എപ്പോഴാ ഫ്രീ ആവാ? ഞാൻ ഫ്രീ ആണ്. എന്നെ എപ്പോ വിളിച്ചാലും ഇന്ന് ഞാൻ ഒരു വേണമെങ്കിൽ വെളുപ്പിന് വരെ ഇരിക്കാം. ബാസുവിന് പണിയൊന്നും ഇല്ലാത്തോണ്ട് ബാസു എപ്പോ ഫ്രീ ആയിരിക്കും. നമ്മുടെ മക്കളെ പോലെയല്ല, നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പൊ നാളെ ബാസു ഉണ്ടാവുക. എന്തായാലും ഇന്നും നാളെ ഒരു ബാസു പറയുന്ന പോലെ വെറുതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് നാളെ നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മള് നാളത്തെ സമയം വെച്ചിട്ടാ ചോദിക്കുന്നത്. നാളെ ബാസു ഫ്രീ ഉണ്ടാവുക? നാളെ ഫ്രീ ഉണ്ടാവുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കുറച്ചു നേരം ഇവിടെ ഉണ്ടാവും. അപ്പം ഉറങ്ങി എണ്ണീക്കേണ്ട ഒരു താമസം, ഒരു 12-16 മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടാവും ഇനി അങ്ങോട്ട്. നിങ്ങളെ പോലെ അല്ല, മനസ്സിലായ? അതെ, അതുകൊണ്ടാണ് ഞാൻ എന്റെ അലക്കുന്ന സമയമില്ലാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പോലെ വാസണ്ണ ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടുണ്ടാണ്. നിങ്ങളെ പോലെ ഇപ്പൊ വർക്ക് ചെയ്യുന്നല്ലോ, പണ്ടലെ വെച്ചിട്ട് വെച്ചിനാണ്. മനസ്സിലായ? ഉണ്ടാക്കിട്ട് വെച്ചിനേന്ന് ബിസിനസ് എല്ലാം പണ്ടലെ പോറ്റാൻ വേണ്ടിട്ട് ഇവന്മാരെല്ലാം നോക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം നേരം ഈ സിറ്റിയിലൊക്കെ ഇരുന്നേ പറ്റുള്ളൂ. അതാണ്. അത് ശരിയാ, തീർച്ചയായും. ഇന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ എന്റെ പിള്ളേരുണ്ടോ നോക്കട്ടെ. അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം എങ്ങനെയാ? വീണ്ടും നിങ്ങൾ അയച്ച ഒന്നും വന്നില്ല. വണ്ടിയെടുക്കാൻ പൈസയില്ല. 50 വീണ്ടും ഒന്നും വന്നില്ല. എന്തായിരുന്നു ആശാന പറഞ്ഞേ? അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് ചോദിക്കോ? ഞാൻ പാട്ട് പാടാ, ഞാൻ പൈസ അങ്ങോട്ട് തരണം. ചാരിറ്റിയിലേക്കും കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാ. എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 500 രൂപ. 5 CR. 5 CR. ആശാന ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പാട്ട് പാടിത്തരാം. മുച്ചിരി ഒരു പാട്ട് പാടി കൊടുത്തരാം ആശാന്. ഒരു പാട്ട് പാടി കൊടുത്ത മുച്ചിരി. ഒരു ഡെമോ പെട്ടെന്ന് പറഞ്ഞാം. ചടയുന്നു. 3, 2, 1. ഇതൊന്നും പറ്റൂല ബാസു. ഇന്റെ പിള്ളേർക്കൊന്നും ഇതിനൊന്നുമില്ല. മിന്നൽ പാടിക്കൊടു. മിന്നൽ പാട്ട് എനിക്കറിയില്ല. ആകെ ഒരു പാട്ടറിയാം. എന്നാ നീ പാടാ, ഈ ചങ്ങായി പാടട്ടെ. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടാ. ഓക്കെ, പിടിച്ചോ. താളം ഏതാ വേണ്ടി? ഏത് താളം? അവതാളായിരിക്കും എന്തായാലും. പാടിക്കോ.
അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞ സംഗതി വന്നിട്ടില്ല കണ്ണീരോമയ ചൊല്ലി എങ്ങനെ മഴയിലതാ തങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയെടുത്തോ. ബൈ ബൈ സീ യു. വാസു, ഇതാണ് നിന്റെ പിള്ളേർ അവസ്ഥ. അവതാളത്തിൽ പാടുന്ന താളബോധമില്ലാത്ത കുറെ കഴുതക്കൂട്ടങ്ങൾ. എക്സ്ക്യൂസ് മീ അശനെ സോറി വാസു, ഞാൻ സ്വന്തമായിട്ട് പാടി അത് ചെവിയിൽ വെച്ചാൽ തന്നെ എന്ത് രസമെന്ന് അറിയാതെ കേൾക്കാൻ. വാസു നിന്നെ ഇതിൽ കൂട്ടിയിട്ടില്ല, നിന്നെ അങ്ങനെ പറയല അച്ഛനെ. ആശനെ ഒന്ന് ആലോചിച്ച് നോക്കി, സുനാമി വന്ന് പൈസ എല്ലാം പോയി. 5 കോടിക്ക് നിങ്ങളൊരു പൈസ ഒരു പരിപാടിക്ക് 5 കോടി എന്നൊക്കെ പറഞ്ഞ എന്താണ് ആശാനെ? വാസു ഇതില് ഹാപ്പി എൻഡിങ് ഒക്കെ ഉണ്ട്. നല്ല നല്ല ഇതുണ്ട്. നമ്മളെല്ലാവർക്കും മനാഫ് ബ്രോ 2 പേരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്ലീസ് ഇനി വേണ്ട, മതി. എല്ലാരോടും നന്ദി പറഞ്ഞിട്ടില്ലേ? ചോറില്ലാത്ത പരിപാടിക്ക് ഞാനില്ല. ആശാനെ ഇത് അൺഫെയർ ആണ് ആശാനെ, ഇത് അൺഫെയർ ആണ് ആശാനെ. പോയിട്ടോ ചന്ദ്ര, പോയിട്ടോ. പൈസ കൂടിയത് കൊണ്ടാണോ ഇത് അൺഫെയർ ആണ്. അതായത് ഒരു പാട്ടൊക്കെ കേൾക്കുക 5 കോടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കഷ്ടത്തില്ല. നോക്ക് ഇവനൊക്കെ കണ്ട ഈ സ്റ്റൈലൊക്കെ ഉള്ള ആശാന് ഡെയിലി വാർക്കപ്പണിക്കാണ് ഇപ്പൊ പോണേ. അതെല്ലാം മനസ്സിലാകുന്നുണ്ട്, കാണുമ്പോ തന്നെ കോലം കാണുമ്പോ മനസ്സിലാകുന്നുണ്ട്. നീയും കൂട്ടത്തിൽ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് സിമെന്റ് വയ്ക്കാനും പന്തലിടാനും വാസുവാണ് ഇപ്പൊ മുന്നിൽ എന്നുള്ളത് നമുക്കൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ഞാൻ കാര്യം പറയട്ടെ ആശാനെ, ഞാൻ അതാ നിങ്ങൾ വന്നപ്പോഴേ പറഞ്ഞ നാടൻ പട്ടിക്ക് ഷൂസ് ഇന്നലെ വരെ പുണ്ടും കയ്യിൽ കൊടുത്ത് കോണകം എടുത്ത് നടന്നു. എക്സിക്യൂട്ടീവ് ഡ്രസ്സും മാറി വന്നിട്ട് ഇവിടെ നിങ്ങളെ പൈസ മക്കറാണല്ലോ. ഒരു 10 CR ഇങ്ങോട്ട് ഇട്ട് കാണിച്ചു നോക്കട്ടെ. ഈ ചെക്കനേതാ? ഞാനാണ്. ഇത് നിങ്ങൾക്ക് തോൽവി ആയിരിക്കട്ടെ സത്യം. തമ്പിയേട്ട ഇങ്ങ പറയല്ലേ, ഇങ്ങ ലീലാമണിയായിട്ട് പൈസ ഉണ്ടാക്കാൻ നടന്നാളല്ലേ? ലീലാമണിയായിട്ട് പൈസ ഉണ്ടാക്കാൻ നടന്നല്ലേ തമ്പിയേട്ട? ഇങ്ങ പറയല്ലേ. ഹലോ മുച്ചിരി, വേണ്ട ഇതെന്റെ അസിസ്റ്റന്റ് ആണ്. അതെന്നെ തോന്നി. അതാ തലയിരിക്കുമ്പോ ബാലാടണോ? ഇതിലിപ്പോ ഏതാ തലയും ബാലും? നീ തീരുമാനിച്ചോ. കൊച്ചു പയ്യനല്ലേ മുച്ചിരി. കുറച്ച് ആശാന അത്രയും പ്രായമുള്ള ആളല്ലേ, നീ റെസ്പെക്ട് കൊടുക്കണം. മുതലാളി ഇന്നത്ര തന്നെ പ്രായമൊന്നുമില്ല എനിക്ക്. അതിനെക്കാട്ടും 2-3 വയസ്സ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു വന്ന കാര്യം നീ പറഞ്ഞില്ലേ, ഈ പൈസന്റെ കാര്യം. 5 കോടി നമ്മൾ എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് അറിയാം. ഗിറ്റാർ, ചെണ്ട, മദ്ദളം, മൈക്ക്, ലൈറ്റ് തുടങ്ങി പന്തല്, സ്റ്റേജ്, അതിനിടേണ്ട ചെയർ, അതിന്റെ അടിക്കേണ്ട ഇൻവിറ്റേഷൻ, അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ, കുട്ടികൾക്ക് കഴിക്കേണ്ട ഭക്ഷണം, വെള്ളം, ലൈറ്റ്, മറ്റേ കർട്ടൻ, അത് ഇത്, ചക്ക, മാങ്ങ, തേങ്ങ, കുടിക്കേണ്ട പാരസെറ്റമോള്, ഇങ്ങനെ തുടങ്ങി മുതലായ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെക്കണം. ഒരു സ്റ്റേജ് കയറണമെങ്കിൽ അതും പോരാണ്ട് പിള്ളേരെ കൂട്ടിയിട്ട് വരുന്ന വഴിക്ക് അടിക്കേണ്ട പെട്രോളിന്റെ പൈസ. മുതുക്കിലെ പെട്രോളിന് എത്ര പൈസ എന്നറിയാം? 1 ലിറ്ററിന് 6336 റുപ്യ. ആര് പറഞ്ഞു? 15 ലക്ഷമാണ്. 15 ലക്ഷമാണ്. കള്ളം പറയുന്നത് പരിധിയല്ലേ. ഇതെന്താടാ ഈ പറയുന്നത്? ഞാൻ പറയട്ടെ, ഈ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒരു വണ്ടിയിൽ പറ്റൂല. കാരണം അവർക്ക് ആ സാധനങ്ങൾ, ഓർണമെന്റ്സ് അല്ല, ഓർണമെന്റ് മറ്റേ സാധനം ഉപകരണങ്ങൾ, സാധന ഉപകരണങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് 2 വണ്ടിയിലെങ്കിലും വരേണ്ടി വരും. അതുകൊണ്ട് വാസു, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതിന് പുറമെ നമ്മൾ വേറൊരു കാര്യം കൂടി നടത്തുന്നുണ്ട്. നമ്മളെ നാട്ടില്, നമ്മളെ ഈ സിറ്റിയിൽ നമ്മൾ ആരും കാണാണ്ട് പോയ ഒരു കുഞ്ഞു മോളുണ്ട്. തറവറ്റി നടക്കുന്ന കുഞ്ഞു മോള് മീനുട്ടി. മീനൂട്ടി. അത് നീ പറയണം നാരദാണ്. ആ മീനൂട്ടിനെ സത്യം പറഞ്ഞ തലക്ക് മസ്തിഷ്കത്തിൽ കുരുവാണ്. അപ്പൊ അതിനുള്ള ഒരു നമ്മള് പൈസയും കൂടെ ഇതാക്കുന്നുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 കോടി അതിലേക്ക് പോകുന്നതാണ്. അതില് പിന്നെ 2 കോടിയെ നമ്മളതുള്ളൂ. അപ്പൊ നിനക്ക് എങ്ങനെയാ? 2 കോടി തരണം എന്നാണെങ്കിൽ അങ്ങനെ തരാം, അല്ല 2 കോടി തരാനാണെങ്കിൽ അങ്ങനെ ആയിട്ടും തരാം. പരിപാടി നടക്കുന്നിടത്ത് ഒരു 2 കോടിയായിട്ട് ഞങ്ങൾ വരാം. എന്നാ പരിപാടി നടക്കുന്നത്? അങ്ങനെ പരിപാടി എപ്പോഴാ വേണ്ടേ? ബാസ് പറഞ്ഞോ. നാരദോ ഒന്ന് എഴുതിച്ചോ. മറ്റന്നാളാന്ന് പറയുമ്പോ നാളെ കഴിഞ്ഞു, ഡേ ആഫ്റ്റർ ടുമാറോ. അപ്പൊ ഇന്നേക്ക് 2ാമത്തെ ദിവസം. അതെ. അപ്പൊ പിന്നെ മറ്റന്നാള് നമ്മള് എല്ലാം സെറ്റ് അല്ലേ? മറ്റന്നാളോ? ഒരു മിനിറ്റ്. മറ്റേ ഇതെല്ലാം മന്ദാരമല്ലേ ഇത്? ഇത് സ്നൈപ്പിന്റെ അച്ഛ വീരപ്പൻ. സുഖല്ലേ? അവന് കാലിന് ചെറിയ പ്രശ്നമുണ്ട്, മുട്ടിന് ഞരമ്പ് തകരാറായിട്ടല്ല. അതിങ്ങനെ 3 വാക്കുകൾ മാത്രം മതിയാ? നിങ്ങളോ? ഡോക്ടർ ആയിട്ടാ ഉള്ളേ?
എന്താ പറയാ? 2 ലക്ഷം എന്താ എന്താ ഡോക്ടർ ഡോക്ടർ പറയുന്നത്? എന്ന് പറഞ്ഞാല് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാ? പൊട്ടാതിരിക്ക് മോളാണ്. ഇത് എടാ, സൺഡേ. എന്റെ മെമ്പർഷിപ്പ് അല്ലല്ല, ഗിഫ്റ്റ് ഒരെണ്ണം എത്ര രൂപ ഇവിടുത്തെ? ഡോക്ടറെ ആ ഡോക്ടർ വെച്ചാൽ നമ്മൾ ആര് ചികിത്സിക്കുന്ന ഡോക്ടർ? ഒരു മിനിറ്റ് ആശാൻ ഇതാ വരുന്നേ, ഒറ്റ മിനിറ്റ്. ആ ആ ആര് ഡോക്ടർ? ഗൈസ് എത്രയാണ്? 650? 650. ഇവർ രണ്ടുപേരും കൂടി നിക്ക് 650 ഇൻറ്റു 161 151 161 100 261 261 50 311 312 ഇൻറ്റു 312 2,08,000 രൂപയോ? ഇന്ന് അവർ രണ്ടുപേരും ഡൊണേറ്റ് ചെയ്തോ ബ്രോ? യൂട്യൂബിൽ എനിക്ക് 1 മാസം സ്ട്രീം ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണിത് ബ്രോ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. എടാ ഈ കിക്കിന്റെ ഇതിന്റെ ഇത് ഷെയറിങ് എങ്ങനെയാ? 70-30 ആണോ ബ്രോ? എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്കിത് കിട്ടിയത് പോട്ടെ, ഞാൻ പറഞ്ഞു എനിക്ക് തന്നത് പോട്ടെ, ഇത് കൂടാതെ പുള്ളി ഇന്നൊരു 90,000 രൂപ മനാഫ് ബ്രോ ബുള്ളോപ്പിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തു ഓൾറെഡി. %95 ആണോ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്. ഇത് എത്രയാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് മനാഫ് ബ്രോ എനിക്ക് മനസ്സിലാവണില്ലേ ഗൈസ്, ഒറ്റ സെക്കൻഡേ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിക്കോട്ടെ. ഗൈസ് ഒറ്റ സെക്കൻഡേ. 95,500 ആണ്. അങ്ങനെയാണോ? എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി, ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല. നമുക്ക് അങ്ങനെ മെമ്പർഷിപ്പ് ഇവിടെ അധികം ഞാൻ ആൾക്കാരുടെ അടുത്ത് എടുക്കാൻ പറയാറില്ല, മനസ്സിലായ? മെമ്പർഷിപ്പ് നമുക്ക് വളരെ കുറവേ എടുക്കത്തുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും മെമ്പർഷിപ്പ് ഒരു മാസം വരണേ. എൻ്റെ അമ്മ, ഞാൻ നിങ്ങളുടെ താരത്ത് ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ മെമ്പർഷിപ്പ് ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എമൗണ്ട്, മനസ്സിലായ? സ്റ്റാർട്ടിങ് ഫ്രം 600 ആണ്. ഇപ്പം ഞാൻ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ലൈവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 600 രൂപ ഒരു മാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നെറ്റ്ഫ്ലിക്സ് അതിനൊക്കെ പോലും ഒരു വർഷം ഇത്ര എമൗണ്ടേ ഉള്ളൂ. 95% goes to this amount of streams directly from subscription, making it high attractive platform. 5% goes. 95% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇൻറ്റു അല്ല ഓക്കെ 800 ഇൻറ്റു 5/100 10,000 രൂപ അവർക്ക് പോവും. ബാക്കി 1,97,000 രൂപ. ബ്രോ എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇങ്ങനെ പറയണമെന്ന്. താങ്ക് യു സോ മച്ച്. അയ്യോ ഞാൻ എങ്ങനെ ഗൈസ്, ലിറ്ററലി ഞാനിത് ഒരു 1.5 മാസം 2 മാസമൊക്കെ സ്ട്രീം ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഒരു 2 മാസത്തിലൊക്കെയാണ് ഞാൻ ഈ എമൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ പറയണം, എൻ്റെ കോൺട്രാക്റ്റ് പോയതിന് ശേഷം, അല്ലെ എൻ്റെ കോൺട്രാക്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഈ ഒരു എമൗണ്ട് ഒരു കഴിഞ്ഞ 6 മാസം 7 മാസത്തിലൊക്കെ ഞാനൊരു 1.5-2 മാസം സ്ട്രീം ചെയ്താലാണ് എനിക്ക് ഈ എമൗണ്ട് കിട്ടണേ.
നോ ലൈഫ് ഫോർ 1 month ഒരിക്കലും അല്ലടാ. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ലൈവ് നിർത്തി പോവില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് രാവിലെ വരെ ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ലൈവ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. കാരണം ഇന്ന് എനിക്ക് തന്ന പൈസ മാത്രമല്ല അവൻ്റെ ആവശ്യത്തിനും പുള്ളി പൈസ കൊടുത്തു, മനസ്സിലായോ? അപ്പം ഞാൻ അതൊരിക്കലും ഇതാക്കില്ല, ഞാൻ സ്ട്രീം ചെയ്തിട്ടേ പോവുള്ളൂ. മീൻസ് അലോട്ട് ഗൈസ്, മീൻസ് അലോട്ട്. താങ്ക് യു സോ മച്ച്. അച്ഛനെ പറ. നമ്മള് മറ്റേ 15 കോടിന്റെ ഇടപാടിലുള്ള ആളെ പേര് വാസൻ തന്നു. അതൊന്നും പറ്റി വത്സൻ അതിനെ 15 കോടി തന്നാ നല്ല പണിയെടുത്ത് തന്നോ. ഇനി പച്ച വീട്ടിൽ കുട്ടനെ കാണാൻ വേണ്ടിട്ട് പോകണം. ഇനി ഇപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തീരുമാനിച്ചിട്ടെല്ലാം ശരിയാക്കും കേട്ടോ വാസു. ഉറപ്പായിട്ടും. അപ്പൊ എല്ലാ സമയം എന്നെ വിളിച്ചോണ്ട് ഒന്ന് നമ്പർ നോക്കട്ടെ വാസുവിന്റെ. എന്റെ അമ്മേ, എന്റെ മക്കളെ വാസു നമ്പർ കിട്ടിയ എന്റെ നമ്പർ 3333. അതെ അതെ ആശാനെ നന്നായിട്ട് എറിഞ്ഞിനും തോന്നല്ലോ. എന്താ കേട്ടില്ല? എറിഞ്ഞിനും തോന്നല്ലോ നന്നായിട്ട്. എന്തെറിഞ്ഞെന്ന് 3333 മനസ്സിലായില്ല. ഫ്ലൈറ്റ് മോഡാന്ന് നോക്കിയാട്ടെ വാസണ്ണ. കോഡ് വെച്ച് പോകുന്നില്ലല്ലോ. 3333 ആ കോൾ വിളിച്ചിട്ട് പോകണല്ലേ? ഇല്ല, ഫ്ലൈറ്റ് മോഡാ ഓണാന്ന് നോക്കിയാട്ടെ. നമ്പർ ആയിരിക്കും തന്നത് ചിലപ്പം. എന്റെ നമ്പർ കിട്ടിയ വാസു. കിട്ടി പോകുന്നില്ലല്ലോ. ഞാനൊരു കോൾ വിളിക്കട്ടെ ആശാനെ. ശരിക്ക് ഗാന്ധിജി കൊടുത്തേ. വരുന്നില്ലേ ആശാൻ? കോൾ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലെ അതിന് ആശ അങ്ങോട്ട് വിളിച്ചു നോക്കിയാട്ടെ. അങ്ങോട്ട് വിളിച്ചോക്കട്ടെ വാസു. പോരട്ടെ. അല്ല വാസു, മറ്റേ കാര്യം ഒന്ന് നോക്കണം കേട്ടോ. മറ്റന്നാ റെഡിയാക്കാം. ഓക്കെ. 2 കോടിയൊക്കെ ടിവിയുടെ മറ്റേ ഇവിടത്തെ പറമ്പിലെ ചീകപ്പുല്ല് വെട്ടിവിറ്റാ കിട്ടൂലേ? അന്നാ അത് ആ ചീകപ്പുല്ലിന്റെ അപ്പുറം ഇപ്പുറത്തുള്ള ഒരു മരവും കൂടി വെട്ടിവിറ്റ് കഴിഞ്ഞാൽ ഒരു 5 കിട്ടൂലേ അതിന്റെ അപ്പുറം? ഇല്ല, മരമൊക്കെ ഓൾറെഡി വെട്ടിവിറ്റ് ഇപ്പൊ ചീകപ്പുല്ല് മാത്രമേ. അന്ന് ആ മുന്നിൽ മറ്റേ കാറിന്റെ ഇതിന്റെ ഗരാജിലുള്ള 3 ടയർ കഴിച്ചു വെച്ചിട്ടില്ലേ ബാബുവിന്റെ വണ്ടീന്റെ? ആ ടയർ വിറ്റേ, അത് വിറ്റാ നല്ല പൈസ കിട്ടും. ഓൻ എന്തായാലും എനിക്ക് കോയിത്തിട്ടം മാറ്റിട്ട് വരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ അതൊന്ന് മറച്ചു വെച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക് എടുത്തേക്ക് പൈസ 5. എന്നാ പിന്നെ ഒരു 3 ആക്കി എടുത്തോ, റൗണ്ട് ആക്കിട്ട്. എന്തായാലും സെറ്റ് ചെയ്യാം. ആശാനെ അപ്പൊ നാളെ ഇതായിട്ട് വാ. അപ്പൊ ഞാൻ മറ്റന്നാളെ പരിപാടിയിലായിട്ട് വരാം കേട്ടോ. അല്ല ബാസു അതിന്റെ അഡ്വാൻസ് എന്തെങ്കിലും കിട്ടാൻ വഴി ഉണ്ടാവും? അഡ്വാൻസ് ഇന്ന് തരാൻ ഒരു വഴിയില്ല. എന്താന്ന് വെച്ചാ നമ്മൾ ഏകദേശം ഇന്നൊരു എല്ലാം കൂടി ഒരു 1500 കോടി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് എന്റെ ലിമിറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ആണല്ലേ? അല്ല ഇവരുടെ അടുത്ത് ഉണ്ടോന്ന് ചോദിച്ചു നോക്കുന്ന. ഇല്ലില്ല, ഇവിടുത്തെ ആർത്തും ഇല്ല. ഇവിടുത്തെ എല്ലാ പൈസ ഇന്ന് മറിക്കണം, അതുകൊണ്ടാ. വാസു 3 റൗണ്ട് ആക്കി എടുത്തോട്ടെ വാസു. ഓക്കെ. ഓ എന്നെ കാറിൽ വിളിക്കുന്നുണ്ട്. പൈസ റെഡി ആയിട്ടുണ്ടാവും. ഒരു 10 കോടിന്റെ ഇടപാടുണ്ട്. ഓക്കെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഓസ്തിയാണേ. എടാ 2 പേര് കിക്കില് വന്നിട്ട് എനിക്ക് 2 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തിട്ട് പോയി. കോച്ച് എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു വീട്ടിലില്ല ഒരാഴ്ചത്തേക്കില്ല, ഒരു മാസത്തേക്കിനി ഇല്ലല്ലോ. 2 മാസം സാലറി ഒരുമിച്ച് തന്നു. ഇനി 2 മാസം ലൈവ് ഇല്ലല്ലോ. പ്രൊസസർ മതി, ഒരു പ്രൊസസർ മതി. നിനക്ക് ഏത് പ്രൊസസറാ വേണ്ട? ഞാൻ മേടിച്ചില്ല. Ryzen 7 5800 X3D. ഈ പ്രായത്തിൽ അത്ര താങ്ങാറായിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ പ്രായം. എനിക്ക് നിനക്ക് എന്താ വേണ്ടത്? അത് തന്നെ. അതിനൊക്കെ പ്രായമായിട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ചേ വാസന, ഞാൻ ആദ്യം ചോദിച്ചേ. 5 വയസ്സ് എന്റെ കിട്ടിയിട്ടില്ലേ? 5 വയസ്സ് എന്റെ കിട്ടിയിട്ടില്ലേ? കിട്ടിയപ്പോ മതി, ധൃതിയില്ല, കിട്ടിയപ്പോ മതി. താങ്ക് യു സോ മച്ച്. പൈസ ഒന്നും കിട്ടിയിട്ടില്ല. 5 വയസ്സ് കിട്ടിയിട്ടില്ലേ?